വലിയ ക്ഷേത്രത്തിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ളൊരു വലിയ ക്ഷേത്രത്തിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ബന്ധു ഗൾഫിൽ നിന്നൊരു ടോർച്ച് കൊണ്ടുവന്നു, അൾട്രാ. അതായത് ഈ കള്ളനോട്ട് കണ്ടുപിടിക്കാം, നോട്ടിലടിച്ചു കഴിഞ്ഞാൽ ഉഗ്ര സാധനമാണ് സാർ, കള്ളനോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവൻ നേരത്തെ വന്നിട്ട് ട്രൂപ്പിൽ നമ്മൾ ആ പോകുന്ന വണ്ടിക്കകത്ത് ഇരുന്നിട്ട് തന്നെ ഇനി ആർക്ക് കള്ളനോട്ടുണ്ടെങ്കിലും കണ്ടുപിടിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ടോർച്ച് എടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കുക, അപ്പോൾ കറക്റ്റായിട്ട് കള്ളനോട്ടാണെങ്കിൽ അറിയാൻ പറ്റും. ട്രൂപ്പിൽ പെൺപിള്ളേർ എല്ലാവരും ഉണ്ട്, അതായത് ഡാൻസേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നോബി എല്ലാവരും മുമ്പേ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനടുത്ത് ഇങ്ങനെ അടിച്ചൊക്കെ നോക്കി ഉത്സവ പറമ്പിലെത്തി. പ്രോഗ്രാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇവനാ പിടിച്ചത്. പ്രോഗ്രാം കഴിഞ്ഞ് കമ്മിറ്റിക്കാർ പൈസ കൊണ്ടുവന്നു, അമല കമ്മിറ്റിക്കാർ പൈസ കൊണ്ടുവന്നു, പൈസ മേടിച്ച് എണ്ണി നോക്കി. അപ്പോൾ ഈ സമയത്ത് ഈ പെൺപിള്ളേർ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. എണ്ണി നോക്കിയപ്പോൾ ഞാൻ ഈ ടോർച്ച് എടുത്തിട്ട് ഈ നോട്ട് കെട്ടിൽ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പം കള്ളനോട്ട് എവിടെ ഇരുന്നാലും തെളിഞ്ഞ് കാണാം. ഇങ്ങനെ അടിച്ചു നോക്കി, ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു, എന്ത് ഇത് ഈ കള്ളനോട്ട് കണ്ടുപിടിക്കുന്ന ടോർച്ചാണ്. അമ്പല കമ്മിറ്റി സെക്രട്ടറി ക്യാഷ് ഒരു വയസ്സൻ കുറേ ടീമുണ്ടവരുടെ ലൈറ്റ് അടിച്ചു നോക്കിയപ്പം ഇത് കള്ളനോട്ട് കണ്ടുപിടിക്കുന്ന ടോർച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കള്ളനോട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ പറഞ്ഞ ഇയാള് കള്ളനോട്ട് ഞങ്ങളുടെ ഉത്സവ പറമ്പിൽ നിന്ന് ഇപ്പം തന്നെ ഇവിടെ ആയിട്ട് വെട്ടിപ്പിരിക്കേണ്ടതാണ്. താന്ന് മനസ്സിലാക്കണം. ഇവിടെ പിന്നെ NF വർഗീസ് തൊട്ട് പ്രഗത്ഭരായ പല കലാകാരന്മാരും സൈന്യത്തിന് ഉൾപ്പെടെ എല്ലാവരും ഒന്ന് പ്രവർത്തനം. നമുക്കൊരു അന്തസ്സുണ്ട്. ഇത് മര്യാദ താൻ എന്തോടെ സാർ എല്ലാവരും കൂടെ ഇടിക്കാനോ അപ്പൊ എല്ലാവരും നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്. ഞാനും ചെന്നിട്ട് പോട്ടെ, പുള്ളി അറിയാതെ പറ്റിപ്പോയാണ്. പിന്നെ ഇവന് ഇത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ടോർച്ച് പുറത്തെടുക്കാൻ. അത്രയും നേരം വണ്ടിക്കകത്തിരുന്ന് എല്ലാവരും കാണിച്ചു ഷൈൻ ചെയ്ത ടോർച്ച് പതിയെ ഇതിൽ വെച്ചിട്ട് ഞാൻ പറയാം, പോ വണ്ടി വിട് പോ. എന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു നോബി. ഇങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ എല്ലാവരും ഇറങ്ങി ആ കടയിൽ എല്ലാവരും ഇരുന്ന് പൊറോട്ടയൊക്കെ കൊണ്ടുവച്ചു. അപ്പം നോബി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നോബിടാ വാ എല്ലാം മറന്നിരിക്കുകയാണ്, മറ്റേനൊന്നും ഓർമ്മ. ഞാൻ പറയില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സൈലന്റ്. നോബി ഇങ്ങനെ നോക്കും വിഷമത്തോടു കൂടി. നോബി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കഴിക്കാനായിട്ട് പൊറോട്ട ഇങ്ങനെ എടുത്തതും ഞാൻ പറഞ്ഞു, മറ്റേ ടോർച്ച് എടുത്ത് അടിച്ചു നോക്കടാ പൊറോട്ടയിൽ ഒറിജിനലാണെന്ന് ചില പറയാം. അതോടുകൂടി വിഷമം പോയി. നോബി ചത്ത് നാറി. ആഹാരത്തിന്റെ വേറൊരു പറ്റുന്നു. ഓണപരിപാടിക്ക് പോയി. അത് നല്ല ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടം വരെ റിഹേഴ്സൽ, 10-20 ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഓണത്തിന് പോകും പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും സമയമില്ല. പെട്ടെന്ന് വണ്ടി എടുക്കും, 2 മണിക്ക് വണ്ടി എടുക്കും. അതിന് ഓടി എത്തി. ഡബിൾ പ്രോഗ്രാം ഓണത്തിന് എല്ലാ ദിവസവും ഡബിളാണ്. അങ്ങനെ തിരുവോണത്തിന് ആഹാരം കഴിക്കാൻ പറ്റിയില്ല, ഫസ്റ്റ് പ്രോഗ്രാമിന് കഴിക്കാൻ പറ്റിയില്ല, സെക്കൻഡ് പ്രോഗ്രാം സ്ഥലത്തെത്തി. അവിടെ നല്ല വിശപ്പാണ്. പ്രോഗ്രാം കഴിഞ്ഞ് 4-4:30 മണിയായി. വെളുപ്പിന് 4-4:30 മണിയായി. അപ്പോൾ കമ്മിറ്റിക്കാർ കഴിക്കാൻ കൊണ്ടുവന്ന വെളുപ്പിന് അവലും കട്ടൻ കാപ്പി ഇങ്ങനെ ഇത് ഓരോരുത്തരെടുത്ത് ശകലം കഴിക്കുക, എല്ലാവരും പോകും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഈ അവലെടുത്ത് തന്നെ ഇവിടെ ഇങ്ങ് വേദന എടുക്കുന്നത് ഇത് ചവച്ചിട്ട്. കമ്മിറ്റിക്കാർ കൊണ്ട് കൊടുത്തതാണ്. ഇനി വേണോ അവർ വീണ്ടും ചോദിക്കുന്നത്, ഇത് എന്നെ തീരുന്നില്ല. ഞങ്ങളോട് ചവച്ച് ഇവിടെ ഇങ്ങ് വേദന. അപ്പം അവർ കമ്മിറ്റിക്കാർ ഇനി വേറെ എന്തെങ്കിലും അവല് വേണോ? വേണ്ട. അവരങ്ങ് പോയപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെല്ലാം നോക്കിയിട്ട് ഇവിടെ വേദന. ഞാൻ ചോദിച്ചു, അണ്ണാ എന്താടാ ഇതാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം.